ADGP വിവാദങ്ങളിൽ ഘടകകക്ഷികൾക്കിടയിൽ അതൃപ്തി നിലനിൽക്കെ നിർണായക LDF യോഗം ഇന്ന് 3 മണിക്ക് ചേരും. TP രാമകൃഷ്ണൻ കൺവീനർ ആയതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ വിവാദങ്ങളിൽ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. വെളിപ്പെടുത്തലുകളിൽ പോലീസ് പരിശോധന തുടരുന്നുണ്ട് എന്നായിരിക്കും മുഖ്യമന്ത്രി യോഗത്തിൽ നിലപാട് സ്വീകരിക്കുക. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഘടകകക്ഷികളിൽ LDFിലെ ഘടകകക്ഷികളിൽ ഏതാണ്ട് എല്ലാ കക്ഷികളും ADGPക്കെതിരെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി മാത്രം ADGPക്ക് വേണ്ടി അങ്ങനെ 100% അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. LDFിൻ്റെ യോഗം എത്രമാത്രം നിർണായകമാണ്? 3 മണിക്കല്ലേ യോഗം ചേരുന്നത്? വിനീഷ്. വിനോദ്, ഏറെ നിർണായകം തന്നെയാണ് ഇന്നത്തെ LDF യോഗം എന്നാണ് നമുക്ക് രാഷ്ട്രീയമായി വിലയിരുത്താൻ സാധിക്കുക. കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ LDF യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിച്ചിരുന്നത്. ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ടത് TP രാമകൃഷ്ണൻ LDF കൺവീനർ ആയതിനു ശേഷമുള്ള ആദ്യ യോഗം സംസ്ഥാന സർക്കാരിനെ ഏറെ വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ADGPയുടെ വിവാദം അത് വലിയ രീതിയിൽ ചർച്ചയാക്കും. ഘടകകക്ഷികൾക്കുള്ളിൽ വലിയ അതൃപ്തിയാണ് ഈ വിഷയത്തിലുള്ളത്. CPIയുടെ യുവജന സംഘടന AIF സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായി സമരം ചെയ്യുന്ന സാഹചര്യം, CPI പരസ്യമായി നിലപാടുകൾ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ RJDയും ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. അതേസമയം നിലവിൽ ADGPയെ മാറ്റുന്നതും MR അജിത് കുമാറിനെ നീക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കും സർക്കാർ കടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും ADGPയെ സംരക്ഷിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കാരണമാണ് അത്തരത്തിലുള്ള സംരക്ഷണം നൽകുന്നത് എന്നാണ് ഘടകകക്ഷികൾ ആരോപിക്കുന്നത്. അവരുടെ അതൃപ്തി അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇന്ന് ഏറെ നിർണായകമായി ADGP വിഷയം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIയുടെ നേതാക്കൾ പരസ്യമായി തന്നെ ADGPയെ മാറ്റണമെന്ന വിമർശനം പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണങ്ങൾ PV അൻവർ MLA ഇന്ന് പരസ്യമായി തന്നെ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. കാരണം LDFിൻ്റെ യോഗം നടക്കാനിരിക്കെ തന്നെ അതിനു മുമ്പായി മാധ്യമങ്ങളോട് PV അൻവർ MLA പരസ്യമായ പ്രതികരണത്തിലേക്ക് എത്തുന്നു. P ശശി പല ഘട്ടങ്ങളിലായി ആഭ്യന്തര വകുപ്പിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പക്കലിലെത്തേണ്ടത് അത് പൂഴ്ത്തിവെച്ചു എന്ന് സംബന്ധിച്ചുള്ള ഒരു വലിയ ആക്ഷേപം PV അൻവർ ഇന്ന് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ P ശശിക്കെതിരായ ഒരു നടപടിയിലേക്ക് ഒരു പക്ഷേ LDF പോയേക്കും, LDFിൻ്റെ നേതൃയോഗം പോയേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോ മുഖ്യമന്ത്രി ഇവരെ സംരക്ഷിക്കാനായി നിലപാടുകൾ വ്യക്തമാക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും നിർണായക യോഗം, ADGP വിവാദത്തിലെ നിർണായക യോഗം, ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംബന്ധിച്ചുള്ള വിവരങ്ങളും വലിയ തോതിൽ ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ തുടരന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്ന് ഒരുപക്ഷെ LDF യോഗത്തിൽ ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കും വലിയ രീതിയിൽ ദോഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പല ഘട്ടങ്ങളിലായി ഉയരുന്ന സാഹചര്യങ്ങൾ. ഈ സാഹചര്യത്തിൽ LDF യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടാകുക. എന്തായിരുന്നാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഇത് തന്നെയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ഇതിലേക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നൊരു നിലപാടും വിശദീകരണവുമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പക്ഷേ P ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ എങ്ങനെ മുഖ്യമന്ത്രി പ്രതിരോധിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അവിടെ വിനീഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഘടകകക്ഷികൾ ശക്തമായി ADGPക്കെതിരെ നിലകൊള്ളുകയാണ്. നമുക്കറിയാം സ്പീക്കർ AN ഷംസീർ, അതേപോലെ തന്നെ അദ്ദേഹം CPMൻ്റെ പ്രതിനിധിയാണ്, CPIയുടെ പ്രതിനിധിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇവർ രണ്ടും സ്പീക്കർക്കെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ പരസ്യമായി രംഗത്ത് വരികയാണ്. കാരണം ADGPയെ അനുകൂലിച്ചുകൊണ്ട് ഷംസീർ നടത്തിയ പ്രസ്താവന ശരിയായില്ല, ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്ന ശക്തമായ ഭാഷയിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പ്രതികരിച്ചിട്ടുള്ളത്, പാലക്കാട് പ്രതികരിച്ചത്. നമ്മൾക്കറിയാം ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ഇത്തരം ഈ നിലപാടുകൾ ഉള്ള CPI ഇന്നത്തെ യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ഈ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം CPMൻ്റെ മുമ്പിൽ എല്ലാ കാര്യത്തിലും അടിയറവ് പറയുന്ന ഒരു നേതാവ് എന്നുള്ള
ഒരു പരിവേഷം വന്നിട്ടുണ്ട്. അതിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ ഈ നിലപാട് ഇവർക്ക് ഇപ്പോഴെങ്കിലും കടുപ്പിച്ച് പറഞ്ഞല്ലേ മതിയാകൂ വിനീഷ്? തീർച്ചയായിട്ടും CPI ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആദ്യ സൂചന തന്നെയാണ് CPIയുടെ യുവജന സംഘടനയായ AIYF പരസ്യമായി തന്നെ പ്രതിഷേധം തീർത്തത് സർക്കാരിനെതിരെ. ആ പ്രതിഷേധം സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ LDF എന്ന മുന്നണിക്കുള്ളിൽ വലിയ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക്, സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ CPMനെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നിലപാടുകളിൽ ശക്തമായി ഉറച്ചു നിൽക്കും CPI എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ RJD ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളും പരസ്യമായി പ്രസ്താവനകൾ നടത്തി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. RJDയുടെ നിലപാടും ADGPയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം. നിലവിൽ ADGP അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ADGPയെ ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്ന ഒരു നിലപാടായിരിക്കും ഈ ഘടകകക്ഷികൾ പ്രധാനമായും ഈ ഒരു യോഗത്തിൽ LDFന്റെ യോഗത്തിൽ ഉന്നയിക്കുക, ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ADGP വിഷയം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമെങ്കിലും NCPയിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. മന്ത്രിസ്ഥാനം കൈമാറുന്നത് സംബന്ധിച്ച ഒരു വിഷയം, അത് LDFലാണോ ചർച്ച ചെയ്യുക അതോ CPMും NCPയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലായിരിക്കുമോ ആ വിഷയം വരിക? മന്ത്രിയെ മാറ്റി പുതിയ മന്ത്രിയെ നിയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അതൊക്കെ NCPയുടെ ആഭ്യന്തര കാര്യം എന്നൊക്കെ CPM പറയുന്നുണ്ട്. LDFൽ ഈ വിഷയം വരാൻ സാധ്യതയുണ്ടോ വിനീഷ്? കാണുന്ന ആ വിഷയത്തിൽ ഒരുപക്ഷെ ഉഭയകക്ഷി ചർച്ചയിലൂടെയായിരിക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. NCPയുടെ പുതിയ മന്ത്രിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും നടക്കുക. കാരണം LDFൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് പൊതുവെ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളാണ് ഇടതുമുന്നണിയിൽ പ്രധാനമായും ചർച്ചയാകുന്നത്. ആ ചർച്ചയ്ക്ക് ഉപരി എടുത്തു പറയേണ്ടത് ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും NCPയുടെ മന്ത്രി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച നടക്കുക. അത് CPMും NCPയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിലായിരിക്കും ഈ കാര്യങ്ങളുടെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യപ്പെടുക പ്രത്യേകിച്ച് ADGP വിഷയം തന്നെയാണ്, ADGP വിവാദം തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി സംബന്ധിച്ചുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ചർച്ച ചെയ്തേക്കും. മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് നോക്കിക്കേണേണ്ടത്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമില്ല.